കഴിഞ്ഞ തവണ മധുരക്കിഴങ്ങ് ഞാൻ 18, 20, 22 ഇഞ്ച് വലിപ്പമുള്ള വലിയ ചെടിച്ചട്ടികളിലാണ് നട്ടതെന്ന് വെച്ചാൽ ഒരു ചെടിച്ചട്ടി നട്ടു, അതൊന്ന് പടർത്തി മറ്റ് ചെടിച്ചട്ടികളിലേക്ക്. മറ്റ് ചെടിച്ചട്ടികളിലൊക്കെ വേറെ ചെടികളും ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലെല്ലാം അതിൻ്റെ വേര് പടർന്ന അവസ്ഥയിലാണ് ഞാനിത് നട്ടത്. ഒറ്റ കിഴങ്ങ് പോലും ഉണ്ടായില്ല. കണ്ടാലൊരു കാട് പിടിച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് വേറെ 3 ചെറിയ ചെടിച്ചട്ടിയിൽ ഒരെണ്ണത്തിൽ നട്ടിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പടർത്തിയതിൽ ഒരെണ്ണത്തിൽ നല്ല വലിയൊരു 10-25 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളൊരു കിഴങ്ങുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ പറ്റിയത്. ധാരാളം മണ്ണുള്ള സ്ഥലത്ത് നിന്ന് കിഴങ്ങുണ്ടായില്ല, കുറച്ച് മണ്ണുള്ളിടത്ത് കിഴങ്ങുണ്ടാവുകയും ചെയ്തു. അത് നല്ല വലിയ കിഴങ്ങുണ്ടായി, നല്ല രുചിയായിരുന്നു കഴിക്കാൻ. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പുതിയ വേരുകൾ പല സ്ഥലങ്ങളിൽ പടർന്നാൽ അവിടെ നിന്നൊക്കെ പോഷകങ്ങൾ കിട്ടുമ്പോൾ എല്ലായിടത്തും കുറേ കിഴങ്ങുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ സംഭവം അതല്ല. വള്ളികൾ വളരണം, പക്ഷേ പുതിയ വേരുകൾ ഉണ്ടാവാൻ പാടില്ല. പുതിയ വേരുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കിഴങ്ങുണ്ടായാൽ തന്നെ അത് ചെറുതായിരിക്കും. അപ്പോൾ മെയിൻ കിഴങ്ങിന് വലിപ്പം കുറഞ്ഞു പോകും. അപ്പോൾ ഇത്തവണ ഞാൻ നട്ടിരിക്കുന്നത് മട്ടുപ്പാവിൽ ഒരു 10-12 ഇഞ്ച് വലിപ്പമുള്ള ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണത്. നല്ല വെയിലത്തുമാണ്. 6-8 മണിക്കൂർ വെയിൽ കിട്ടണം. മറ്റേ ആദ്യം പറഞ്ഞ കേസിൽ വെയിലും കുറവായിരുന്നു, ഇത്തിരി തണലുള്ള ഭാഗത്തായിരുന്നു. അതും ഒരു കാരണമായിരിക്കാം. തണലത്ത് നട്ടാൽ വള്ളി ധാരാളം ഉണ്ടാവും, കിഴങ്ങുണ്ടാവില്ല എന്നാണ് പറയണത്. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നടാനുള്ള സമയം ഇപ്പം നട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ജനുവരിയിൽ നട്ടതാണെന്ന് വേണമെങ്കിൽ കൂട്ടാം. അതൊരു രണ്ടാമത്തെ അവസരമാണ്. പ്രധാന അവസരം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് നടന്നത്. ഞാൻ നേരിട്ട് കിഴങ്ങായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നട്ടത്. ഇത്തവണ ആ പഴയ നട്ടതിൻ്റെ ഒരു വള്ളി എടുത്തിട്ടാണ് നട്ടത്. അപ്പോൾ അത് രണ്ടായാലും കുഴപ്പമില്ല. 2-3 മുട്ട് വലുപ്പമുള്ള തരത്തിൽ. ഇപ്പോൾ പറമ്പിൽ നടുകയാണെങ്കിൽ മണ്ണ് കോരി കൂനിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നടാം. പിന്നെ ചെടിച്ചട്ടിയിലാണ് നടുന്നതെന്ന് വെച്ചാൽ പോട്ടി മിക്സൊക്കെ ഇട്ടിട്ട് അതിൽ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് ആ കിഴങ്ങിന് വളരാനുള്ളൊരു സൗകര്യം കൊടുക്കണം. ഉറച്ച കളിമണ്ണ് പോലത്തെ മണ്ണിട്ട് കഴിഞ്ഞാൽ കിഴങ്ങിന് വളരാൻ സൗകര്യം ഉണ്ടാവില്ല. പിന്നെ വളമായിട്ട് അടിവളമായിട്ട് നമുക്ക് കമ്പോസ്റ്റ്, ചാണകപ്പൊടി, പിന്നെ ചാരം ഒക്കെ ചേർക്കാം. ചാരത്തിലാകുമ്പോൾ പൊട്ടാസ്യം കൂടുതലുണ്ടാവും. പിന്നെ വളം കിട്ടാനില്ലെങ്കിൽ പിന്നെ NPK മിക്സ്ചറൊക്കെ കൊടുക്കാം. കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉപയോഗമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ഉണ്ടായാലാണ് കിഴങ്ങ് നിറയാൻ സാധിക്കുന്നത് പറയണേ. അപ്പോൾ കഴിഞ്ഞ തവണ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ചാരം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചാരം ഇട്ട് കൊടുക്കും. ചാണകപ്പൊടി ഇവിടെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കും. അപ്പോൾ പുതിയ വേരുകൾ ഉണ്ടാവാൻ സമ്മതിക്കരുതെന്നാണ് പറയണത്. അതിപ്പോൾ ഞാൻ ഇത്തവണ പ്രശ്നം ഉണ്ടാവില്ല. ഇത്തവണ ഞാൻ മേലോട്ട് കഴിഞ്ഞ തവണ കിഴങ്ങുണ്ടായ ചെടിക്ക്